മുതുവാങ്കുടിയിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്ന ആരോപണവുമായി പഞ്ചായത്തിലെ UDF അംഗങ്ങൾ രംഗത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലും വിജിലൻസ് അന്വേഷണവും നടത്തണമെന്നും UDF അംഗങ്ങൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് കേന്ദ്രത്തിലെത്തിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളടക്കം മോഷണം പോയി എന്നതുൾപ്പെടെ വിവിധ ആരോപണങ്ങളാണ് UDF പഞ്ചായത്ത് അംഗങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. മുതുവാങ്കുടിയിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വിവിധ ആരോപണങ്ങളാണ് പഞ്ചായത്തിലെ UDF അംഗങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്നാണ് UDF അംഗങ്ങളുടെ പ്രധാന ആക്ഷേപം. ലെഗസി വേസ്റ്റ് കമ്മിറ്റി വിറ്റതിലും ക്ലീൻ ചെയ്ത പ്ലാസ്റ്റിക് വിറ്റതിലും ക്രമക്കേട് നടന്നിട്ടുള്ളതായി UDF പഞ്ചായത്ത് അംഗങ്ങൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് കേന്ദ്രത്തിലെത്തിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളടക്കം മോഷണം പോയെന്ന ആക്ഷേപവും UDF അംഗങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറ സംബന്ധിച്ചും ആക്ഷേപമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉപസമിതി ഐകകണ്ഠേന ഞങ്ങൾ ചർച്ച ചെയ്ത് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യം അവിടെ നിന്നും ഇത് മോഷണം പോയതായി ജീവനക്കാരിൽ കുറേയേറെ ആളുകൾ ഞങ്ങളോട് പറയുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി പഞ്ചായത്തിൽ അറിയിക്കും. പഞ്ചായത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ഈ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ തസ്തികയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് സബ് കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്തു. തന്നെയുമല്ല, ഈ ഗുരുതരമായ ക്രമക്കേട് വച്ചുപൊറിപ്പിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഈ ഒരു വിജിലൻസ് അന്വേഷണം അനിവാര്യ ഘടകമാണ്. ഞങ്ങൾ കൃത്യമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 6 പേരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള 12 പേരെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരനെ നിയമിച്ചതിലും UDF അംഗങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിയോഗിക്കപ്പെട്ട ഉപസമിതിക്ക് ക്രമക്കേട് സംബന്ധിച്ച് ബോധ്യം വന്നിട്ടും ഭരണകക്ഷിയിലെ പ്രധാന പാർട്ടിയുടെ ഇടപെടൽ മൂലം തുടർ നടപടികളിൽ നിന്ന് പിന്നോക്കം പോകുകയാണെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. വിഷയം പഞ്ചായത്ത് ഏതാനും തൊഴിലാളികളുടെ തലയിൽ മാത്രം കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണ്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും ഊർജിതമായ അന്വേഷണം നടക്കുന്നില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിൽ വിജിലൻസ് അന്വേഷണവും നടത്തണമെന്നും UDF അംഗങ്ങളായ AN സജികുമാർ, റോയി പാലയ്ക്കൽ, അനിത സിദ്ധാർത്ഥൻ, അനില സനിൽ, മിനി ഷിബി, ജാസ്മി അമ്മാൻ എന്നിവർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി.